ആണത്തുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, VD സതീശനാണ്. ഇത് രണ്ടും തമ്മിൽ ആനയും ആട്ടിൻകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അന്തം കമ്മി പറയുന്നത് അവന് പോലും അറിയില്ല എന്താണ് അവൻ പറയുന്നതെന്ന്. ഞാൻ കമ്മ്യൂണിസത്തിനെ ഇഷ്ടപ്പെടുന്നു. ഓരോ മനുഷ്യന്റെയും ഓരോ പാവപ്പെട്ടവന്റെയും കണ്ണീരൊപ്പിയ കമ്മ്യൂണിസത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയ കമ്മ്യൂണിസത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച കമ്മ്യൂണിസത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ EK നയനാറിനെ പോലത്തെ സഖാക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. PS അച്യുതാനന്ദൻ സഖാവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഞാൻ പിണറായി സത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ UDF സർക്കാർ രൂക്ഷ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കറണ്ടിന്റെ വിഷയത്തിലാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ 25 വർഷത്തോളമുള്ള ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. 4 രൂപ 25 പൈസയ്ക്ക് ഒരു യൂണിറ്റ് കറണ്ട് കൊടുക്കാമെന്നുള്ള കരാറായിരുന്നു അത്. എന്നാൽ ഭാഗ്യവശാൽ LDF സർക്കാരാണ് ഭരണത്തിൽ വന്നത്. അവർ 7 വർഷത്തോളമാണ് ആ കരാർ പിന്തുടർന്നത്. എന്നാൽ അതിനുശേഷം അവർ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാക്കി അഴിമതികൾ UDF സർക്കാരിന്റെ തലയിൽ വെച്ചുകൊണ്ട് അവർ 8 രൂപ മുതൽ 14 രൂപയാണ് ഒരു യൂണിറ്റ് കറണ്ട് കൊള്ളയടിച്ചും കോഴയടിച്ചും ഉണ്ടാക്കിയത്. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയും ലഭിച്ചു. ഇതോടെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകും. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ പേരിലാണ്. DYFIക്കാർ ചെയ്തിരുന്ന ഒരു സൽപ്രവൃത്തി തന്നെയാണ്. കാരണം ഒരു സംഘടന പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു പാർട്ടി പോലും ചെയ്യാത്ത ഒരു സൽപ്രവൃത്തി തന്നെയാണ്. അതിനെ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ഈ അന്തംകമ്മി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആണത്വത്തിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സഖാവും VD സതീശനും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സഖാവിന്റെ ധൈര്യം ചോർന്നു പോയത് കൊണ്ടാണോ 10 വർഷക്കാലത്തോളം സഖാവിന്റെ വീടിന് ചുറ്റും ഒരു പോലീസ് വാഹനം കാവൽ നിർത്തി നശിപ്പിച്ചത്? അതുകൊണ്ടാണോ ഇവിടുത്തെ ലഹരി മാഫിയകളെ പിടിച്ചടക്കാതെ 10 വർഷക്കാലത്തോളം ലഹരി മാഫിയകൾ പൂണ്ട് വിളയാടിയപ്പോൾ ഇവിടുത്തെ പോലീസ് നിശബ്ദമായി നിന്നത്? എന്നാൽ പുതിയ സർക്കാർ വന്നപ്പോൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയല്ലേ തൂഫാൻ എന്ന പദ്ധതിയിലൂടെ ഈ ലഹരി മാഫിയകളെ പിടിച്ചടക്കുകയും അവരെ തുറുങ്കിലടച്ചതും? പിന്നെ സഖാവിന് ധൈര്യം കൂടിപ്പോയത് കൊണ്ടും അല്ലെങ്കിൽ ആണത്തം കൂടിയത് കൊണ്ടുമാണോ സഖാവിന് 20-30 പരിചാരകരും, അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി സഖാവിന് 20-30 വാഹനവും, അതുപോലെ സഖാവിന് സഞ്ചരിക്കാൻ AC കാറും? പുറത്തുപോലും സഖാവ് ഇറങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ സഖാവിന് ധൈര്യം കൂടിപ്പോയത് കൊണ്ടാണ് ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കറുത്ത കൊടി കാണിച്ചതിന്റെ പേരിൽ അവന്റെ തലമണ്ട സഖാവിന്റെ പ്രൊട്ടക്ഷൻ കാവലിൽ നിന്ന ബോഡി ഗാർഡ് ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചത്? അതുകൊണ്ടാണോ കറുത്ത കൊടി കാണിച്ചാലോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചാലോ അവരെ എതിർത്തതും സഖാവ് ഭയപ്പെട്ടിരുന്നതും?